ക്ഷണിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഫോറെവർ 21 മെമ്പേഴ്സിന് നിങ്ങളിൽ നിന്ന് ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങളുടെ എൻകറേജ്മെന്റ്, നിങ്ങളുടെ എനർജി, നിങ്ങളുടെ കയ്യടിയിൽ ഒട്ടും പിശുക്ക് കാണിക്കരുത്. ബൈ ദ വേ, എന്റെ മലയാളത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബിക്കോസ് എനിക്ക് മലയാളം നഷ്ടപ്പെട്ടിട്ട് 17 വർഷമായി. എന്റെ 4ാമത്തെ വയസ്സിൽ ഞാൻ മലയാളം ബീച്ചു. നമ്മൾക്കിനി സ്റ്റേജിൽ ഇരിക്കുന്നവരെ പരിചയപ്പെടുന്നു. ആദ്യമായി ഫോറെവർ 21 പ്രസിഡന്റ് മിസ് കട്രി. മിസ് കട്രിക്ക് ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലല്ലോ. മിസ് കട്രിയുടെ ബീഫ് തോരൻ 1001 തരം എന്ന പാചക പുസ്തകം നിങ്ങൾക്കൊക്കെ സുപരിചിതമാണല്ലോ. നോട്ട് ഓൺലി ദാറ്റ്, ശ്രീമതി കട്രിയുടെ MNM ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്ന പുകപ്പുര എന്ന കുക്കറി ഷോ കണ്ട് കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത പല പെൺകുട്ടികളുടെയും കുടുംബജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചീഫ് ഗസ്റ്റ് എത്തിയിരിക്കുന്നത് ഫാദർ കലാദാസാണ്. അദ്ദേഹത്തിന്റെ പേരിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാ സാംസ്കാരിക സംഗീത നാടകവേദികളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിൽ പല വേദികളിലും കലാപരിപാടികൾ നടത്തി വരികയാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഈ പ്രോഗ്രാമിനെ തീർച്ചയായും ധന്യമാക്കും എന്നുള്ളത് ഉറപ്പാണ്. അടുത്തത് ഫോറെവർ 21 സെക്രട്ടറി മിസ് റീറ്റ. മിസ് റീറ്റ 1992 മിസ് കൂട്ടാറ്റുകുളമാണ്. കൂടാതെ മിസ് റീറ്റയുടെ തെളിച്ച വഴിയെ പൊയ്ക്കോട്ടെ എന്ന കവിതാ സമാഹാരത്തിന് പ്രശസ്ത വാരിക മനോരമണിയുടെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മിസ് റീറ്റയെ സ്വാഗതം ആശംസിക്കുവാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഫാദർ കലാദാസ്, എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ സുഹൃത്തുക്കളെ, ഫോറെവർ 21 കലാപ്രതിഭകളുടെ മികച്ച കലാപ്രകടനങ്ങൾ കാണുവാനായി നിങ്ങളെല്ലാവരും ഇവിടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മുഖപുര കൂടാതെ തന്നെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥിയും സുപ്രസിദ്ധ കലാകാരനുമായ ഫാദർ കലാദാസിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. ലോകമെമ്പാടുമുള്ള തന്റെ വിവിധ കലാപരിപാടികളുമായുള്ള തിരക്കിട്ട യാത്രകൾക്കിടയിലും ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഈ സംഘടനയെ ഉണർത്തിക്കൊണ്ട് വരുവാനായിട്ട് അച്ഛന്റെ നിരന്തരമായ പ്രോത്സാഹനവും സഹകരണവും എടുത്തു പറയത്തക്കതാണ്. അച്ഛനെ ഫോറെവർ 21 ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് ഞാൻ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു.
പറയാനുള്ളത്, നമ്മുടെയൊക്കെ ഈ സംഘടനയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ചെയ്തുകൊണ്ട് നമ്മളെയൊക്കെ നയിക്കുന്ന നമ്മുടെ പ്രിയങ്കരിയായ മിസ് ഖത്രിക്ക് ഫോറവർ 21ന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയാനുള്ളത്, ഇവിടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് വന്നിരിക്കുന്ന ഫോറവർ 21ന്റെ അഭ്യുദയകാംക്ഷികളായ നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. നിങ്ങൾ എല്ലാവരെയും ഫോറവർ 21ന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. അവസാനമായിട്ട് ഫോറവർ 21ന്റെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹലാദ സച്ചിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വളരെ സുദീർഘമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ഫോർവേഡ് 21 ആർട്സ് ക്ലബിന്റെ ആനുവൽ ഡേ സെലിബ്രേഷനിൽ പങ്കെടുക്കുവാൻ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരുവാൻ സാധിച്ചത് ഒരു അപൂർവ അവസരമായി ഞാൻ കാണുന്നു. വിവിധ കലാപരിപാടികളോടനുബന്ധിച്ച് ലോകമെമ്പാടുമുള്ള പല വേദികളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്ര മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന തന്മയാർന്ന ഒരു പ്രസ്ഥാനം ഇനിയും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപൃതരായിരിക്കുന്ന ഈ അമ്മമാർ ഗൃഹസ്ഥ വേലകളുടെയും ജോലി തിരക്കിന്റെയും ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാതെ ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും ഒരു മുതൽക്കൂട്ടാണ്. കലയുടെ വളർച്ചയെ പാടത്ത് നെല്ല് നട്ടുപിടിപ്പിക്കുന്നതിനോട് ഉപമിക്കാവുന്നതാണ്. അത് പുല്ലുപോലെ തന്നെ വളരുകയില്ല, മറിച്ച് വെള്ളവും മഴവും കൊടുത്ത് പരിപോഷിപ്പിക്കേണ്ടതാണ്. ഈ നെല്ല് നട്ടു വളർത്താനുള്ള നമ്മുടെ അമ്മമാരുടെ ഈ ശ്രമം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്ക് തീർച്ചയായും സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കലയെ പരിപോഷിപ്പിക്കാനുള്ള കടമ, ജീവിത പങ്കാളിയോടുള്ള കടമ നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ഉറപ്പുവരുത്തുവാൻ തീർച്ചയായും ഈ ഫോർവേഡ് 21ന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവും ചെയ്തു കൊടുക്കേണ്ടതാണ്. അതൊരു സമയനഷ്ടമായി കാണരുത്. അവസാനമായി ഫോർവേഡ് 21ന്റെ ഈ മികച്ച കലാപ്രതിഭകൾക്ക് അനുമോദനത്തിന്റെ 1000 പൂച്ചെണ്ടുകൾ ഞാൻ നേടുകയാണ്. ഇന്നത്തെ ഈ പരിപാടി സംബന്ധിക്കുവാൻ ക്ഷണിച്ച ഇതിന്റെ സംഘാടകർ എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ ആഘോഷം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നിങ്ങളെ Thank you everybody.